അനന്തമായ ഈ പ്രപഞ്ചത്തിൽ ഭൂമി എന്ന കൊച്ചു ഗ്രഹം എത്രത്തോളം സുരക്ഷിതമാണ് എന്ന ചോദ്യം ശാസ്ത്രലോകം കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആകാശത്തു നിന്ന് വീഴുന്ന നക്ഷത്രങ്ങളെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു സത്യമുണ്ട്. നമുക്ക് മുകളിൽ നിശബ്ദരായി എന്നാൽ അതിശക്തമായ ആക്രമണ ശേഷിയോടെ സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് ചിഹ്നഗ്രഹങ്ങൾ നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായേക്കാം. അടുത്തിടെ നാസയിലെ മുതിർന്ന ശാസ്ത്രജ്ഞർ പുറത്തുവിട്ട വിവരങ്ങൾ ഈ ഭീതിയെ ശരിവെക്കുന്നതാണ്. ഏകദേശം 15,000-ഓളം ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയെ ലക്ഷ്യമാക്കി പാഞ്ഞടുക്കുന്നുണ്ടെന്നും അവയെ തടയാൻ നിലവിൽ നമുക്ക് സംവിധാനങ്ങളില്ലെന്നുമുള്ള വെളിപ്പെടുത്തൽ ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. അരിസോണയിലെ ഫീനിക്സിൽ നടന്ന അമേരിക്കൻ അസോസിയേഷൻ ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് സമ്മേളനത്തിലാണ് നാസയുടെ പ്ലാനറ്ററി ഡിഫൻസ് വിഭാഗം ഈ ഗൗരവകരമായ സാഹചര്യം വിശദീകരിച്ചത്. എന്താണ് ഈ സിറ്റി കില്ലർ ചിഹ്നഗ്രഹങ്ങൾ? അത് നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം. ബഹിരാകാശത്ത് കറങ്ങി നടക്കുന്ന പാറക്കഷണങ്ങളെ അവയുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രജ്ഞർ തരംതിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അപകടകാരിയായ ഒരു വിഭാഗത്തെയാണ് സിറ്റി കില്ലറുകൾ അഥവാ നഗരങ്ങളെ തുടച്ചു നീക്കാൻ ശേഷിയുള്ളവ എന്ന് വിളിക്കുന്നത്. ഏകദേശം 140 മീറ്റർ, അതായത് 460 അടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളാണ് ഈ ഗണത്തിൽ വരുന്നത്. ഇവ ഒരു ഭൂഖണ്ഡത്തെ മുഴുവൻ നശിപ്പിക്കാൻ പര്യാപ്തമല്ലെങ്കിലും ജനസാന്ദ്രതയുള്ള ഒരു വലിയ നഗരത്തിൽ പതിച്ചാൽ അവിടെയുള്ള സകലതിനെയും നിമിഷ നേരം കൊണ്ട് ചാരമാക്കാൻ ഇവയ്ക്ക് സാധിക്കും. 10,000-കണക്കിന് ആറ്റം ബോംബുകൾ ഒന്നിച്ച് പൊട്ടിത്തെറിക്കുന്നതിന് തുല്യമായ ഊർജമായിരിക്കും ഇത്തരം ഒരു ആഘാതത്തിലൂടെ പുറന്തള്ളപ്പെടുന്നത്. തീപിടുത്തം, അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന പെട്ടെന്നുള്ള വ്യതിയാനം, അതുപോലെ സുനാമി തുടങ്ങിയവയിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യജീവനും കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും ഇല്ലാതാക്കാൻ ഈ ചെറിയ ചിഹ്നഗ്രഹങ്ങൾക്ക് കഴിയും. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന ചെറിയ ഉൽക്കകൾ സാധാരണയായി അന്തരീക്ഷവുമായുള്ള കർഷണം മൂലം കത്തിത്തീരാറുണ്ട്. എന്നാൽ 140 മീറ്ററിലധികം വലിപ്പമുള്ളവ അന്തരീക്ഷത്തെ ഭേദിച്ച് ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവയെ തിരിച്ചറിയുന്നതിലാണ് ശാസ്ത്രലോകം ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത്. വളരെ വലിയ ചിഹ്നഗ്രഹങ്ങളെ ദൂരദർശിനികൾ വഴി എളുപ്പത്തിൽ കണ്ടെത്താം. എന്നാൽ ഈ സിറ്റി കില്ലറുകൾ അത്ര വലിപ്പമില്ലാത്തവയായതിനാൽ സാധാരണ ടെലിസ്കോപ്പുകളുടെ കണ്ണിൽ പെടാതെ ഒഴിഞ്ഞുമാറാൻ ഇവയ്ക്ക് സാധ്യതയുണ്ട്. നിലവിലെ കണക്കുകൾ പ്രകാരം ഭൂമിക്ക് ഭീഷണിയായേക്കാവുന്ന ഏകദേശം 25,000 സിറ്റി കില്ലറുകൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇതിൽ വെറും 40% മാത്രമാണ് ഇതുവരെ ശാസ്ത്രജ്ഞർക്ക് കണ്ടെത്താനും അവയുടെ പാത കൃത്യമായി നിരീക്ഷിക്കാനും സാധിച്ചിട്ടുള്ളത്. ബാക്കി വരുന്ന 15,000 ചിഹ്നഗ്രഹങ്ങൾ എവിടെയാണെന്നോ അവ എപ്പോഴാണ് ഭൂമിക്ക് ഭീഷണിയാകുക എന്നോ ആർക്കും അറിയില്ല എന്നതാണ് ഭയാനകമായ വാസ്തവം. ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിച്ചാലുണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് നമുക്ക് ചില ചരിത്രപരമായ തെളിവുകളുണ്ട്. 1909-ൽ സൈബീരിയയിലെ തങ്കുസ്കയിൽ നടന്ന സംഭവം ഇതിന് ഉത്തമ ഉദാഹരണമാണ്. ഏകദേശം 50 മുതൽ 100 മീറ്റർ വരെ മാത്രം വലിപ്പമുള്ള ഒരു ചിഹ്നഗ്രഹമാണ് അന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പൊട്ടിത്തെറിച്ചത്. ഈ സ്ഫോടനത്തിന്റെ ഫലമായി ഏകദേശം 2000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള വനമേഖല പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. 80 മില്യൺ മരങ്ങളാണ് അന്ന് കടപുഴകി വീണത്. ഈ പ്രദേശം ജനവാസമല്ലാത്തതുകൊണ്ട് മാത്രമാണ് വലിയൊരു മനുഷ്യ ദുരന്തം ഒഴിവായത്. ഇന്നത്തെ കാലത്ത് ലണ്ടനോ ന്യൂയോർക്കോ പോലെയുള്ള ഒരു നഗരത്തിന് മുകളിലാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നതെങ്കിൽ ആ നഗരം ഭൂമുഖത്തു നിന്ന് തന്നെ അപ്രത്യക്ഷമാകുമായിരുന്നു. തുങ്കുസ്കയിൽ പതിച്ചതിനേക്കാൾ വലിയ ചിഹ്നഗ്രഹങ്ങളെയാണ് ഇപ്പോൾ നാസ ഭീഷണിയായി കണക്കാക്കുന്നത് എന്നോർക്കുമ്പോഴാണ് ഈ വെല്ലുവിളിയുടെ ഗൗരവം ബോധ്യപ്പെടുക. ഭൂമിക്ക് നേരെ വരുന്ന ഒരു ചിഹ്നഗ്രഹത്തെ തടയാൻ നമുക്ക് കഴിയുമോ? ഈ ചോദ്യത്തിന് നാസയുടെ പ്ലാനറ്ററി ഡിഫൻസ് ഓഫീസർ ഡോക്ടർ കെല്ലി ഫാസ്റ്റ് നൽകുന്ന മറുപടി അത്ര ശുഭകരമല്ല. നിലവിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായാൽ അത് തടയാൻ നമുക്ക് മാർഗങ്ങളില്ല. 2022-ൽ നാസ നടത്തിയ ഡാർട്ട് എന്ന ദൗത്യം ഈ രംഗത്തെ ഒരു വലിയ ചുവടുവെപ്പായിരുന്നു. ഒരു ബഹിരാകാശ പേടകം ഉപയോഗിച്ച് ഡിമോർഫോസ് എന്ന ചെറിയ ചിഹ്നഗ്രഹത്തെ ഇടിച്ച് അതിൻ്റെ പാത മാറ്റാൻ നാസയ്ക്ക് സാധിച്ചു. എന്നാൽ ഈ വിദ്യ ഫലപ്രദമാകണമെങ്കിൽ ആ ചിഹ്നഗ്രഹത്തെ വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ കണ്ടെത്തണം. വരാൻ പോകുന്ന വിപത്തിനെക്കുറിച്ച് 10-20 വർഷം മുൻപേ അറിഞ്ഞാൽ മാത്രമേ ഒരു പേടകം വിക്ഷേപിക്കാനും അതിൻ്റെ സഞ്ചാരപാതയിൽ മാറ്റം വരുത്താനും സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ഭീഷണിയായി നിൽക്കുന്ന 15,000 ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് യാതൊരു അറിവുമില്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രതിരോധ മാർഗങ്ങളെല്ലാം വെറും സൈദ്ധാന്തികമായി മാത്രം അവശേഷിക്കുന്നു. ഫണ്ടിങ്ങിലെ കുറവും രാജ്യാന്തര തലത്തിലുള്ള ഏകോപനമില്ലായ്മയും പ്ലാനറ്ററി ഡിഫൻസ് പ്രവർത്തനങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. പലപ്പോഴും ബഹിരാകാശ ഏജൻസികൾക്ക് ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ആവശ്യമായ പണം ലഭിക്കാറില്ലെന്ന് നാസയുടെ ഡാർട്ട് വിഭാഗം മേധാവി നാൻസി ചാബോട്ട് വ്യക്തമാക്കുന്നു. ഒരു പ്രകൃതി ദുരന്തം പോലെ പെട്ടെന്ന് സംഭവിക്കാവുന്ന ഒന്നല്ല ഇത് എന്ന ധാരണയാണ് പലരെയും ഇതിൽ നിക്ഷേപം നടത്തുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. എന്നാൽ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ മുൻകരുതലുകൾ എടുത്താൽ 100% തടയാൻ കഴിയുന്ന ഏക ദുരന്തമാണ് ചിഹ്നഗ്രഹ പതനം.
പക്ഷേ അതിന് അവയെ കണ്ടെത്തുക എന്ന പ്രാഥമിക ഘട്ടം നാം വിജയകരമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. സമീപഭാവിയിൽ ഭൂമിക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളിൽ ഒന്നാണ് YR4. 2032 ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാൻ 4% സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 4% എന്നത് ചെറിയ സംഖ്യയായി തോന്നാമെങ്കിലും ബഹിരാകാശ ശാസ്ത്രത്തിൽ ഇതൊരു വലിയ അപകട സൂചനയാണ്. കെല്ലി ഫാസ്റ്റിനെ പോലെയുള്ള ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ അദൃശ്യ ശത്രുക്കൾ കാരണം തങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നാണ്. കാരണം ഓരോ നിമിഷവും നമ്മൾ തിരിച്ചറിയാത്ത ഒരു പാറക്കഷണം ഭൂമിയിലേക്ക് പാഞ്ഞെടുത്തുകൊണ്ടിരിക്കാം. അത് നമ്മുടെ തലയ്ക്ക് മുകളിൽ എത്തുമ്പോൾ മാത്രമായിരിക്കും ഒരുപക്ഷെ ലോകം ആ വിവരം അറിയുക. ആധുനിക ടെലിസ്കോപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ഈ ഇടത്തരം വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ ട്രാക്ക് ചെയ്യാൻ കഴിയാത്തത് ശാസ്ത്രലോകത്തിൻ്റെ വലിയൊരു പോരായ്മയായി അവശേഷിക്കുന്നു. ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത മറ്റ് പ്രകൃതി ദുരന്തങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണെന്നത് ആശ്വാസകരമായ കാര്യമാണ്. എന്നാൽ അതിൻ്റെ ആഘാതം വെച്ച് നോക്കുമ്പോൾ ആ ചെറിയ സാധ്യതയെ പോലും അവഗണിക്കാൻ നമുക്ക് കഴിയില്ല. ഭൂമി എന്നത് നമ്മുടെ എല്ലാവരുടെയും പൊതുവായ വീടാണ്. അവിടെ ഒരു വിപത്ത് വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു രാജ്യത്തെയോ ഭൂഖണ്ഡത്തെയോ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. അതിനാൽ പ്ലാനറ്ററി ഡിഫൻസ് അഥവാ ഗ്രഹപ്രതിരോധം എന്നത് ലോകരാഷ്ട്രങ്ങളുടെ സംയുക്ത ഉത്തരവാദിത്തമായി മാറണം. പുതിയ തലമുറയിൽപ്പെട്ട കൂടുതൽ കരുത്തുറ്റ ബഹിരാകാശ ദൂരദർശിനികൾ സ്ഥാപിക്കുകയും ചിഹ്നഗ്രഹങ്ങളെ വഴിതിരിച്ചു വിടാനുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതൽ വികസിപ്പിക്കുകയും ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നിശബ്ദരായ ഈ സിറ്റി കില്ലറുകൾ നമുക്ക് മുകളിൽ എത്തുന്നതുവരെ കാത്തു നിൽക്കാതെ അവയെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നാം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ അദൃശ്യ ഭീഷണികൾ പകുതിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു ഭൂമി നമുക്ക് ഉറപ്പു നൽകാൻ കഴിയൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.